നമസ്കാരം, എല്ലാവർക്കും കൊച്ചിൻ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്ന ചില ക്രൂരമായിട്ടുള്ള സമീപനങ്ങളാണ്. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച ഒരു പാവപ്പെട്ട വീട്ടുവേലിക്കാരിയായിട്ടുള്ള ഒരു ദളിത് സ്ത്രീകളുണ്ടായിട്ടുള്ള ദുരനുഭവം. 20 മണിക്കൂർ അവരെ അനുഭവിച്ചിട്ടുള്ള മാനസികപരമായിട്ടുള്ള വിവരങ്ങൾ. ഇതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അത് സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പെരുമാറുന്ന, ജാതിപരമായി വർഗീയപരമായി പെരുമാറുന്ന ചില ഉദ്യോഗസ്ഥന്മാർക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാർക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഈ തരം ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്താനും നടപടി സ്വീകരിക്കുവാനും സർവീസിൽ നിന്ന് പോലും മാറ്റി നിർത്താൻ ആവശ്യമായ ഒരു നടപടിക്രമം ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. കാരണം ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ജനപരമായിട്ടുള്ള കാര്യങ്ങളും സാമൂഹ്യ വികസനമായിട്ടുള്ള കാര്യങ്ങളും ലോക ജനതയും ഇന്ത്യൻ ജനതയും അംഗീകരിച്ചുള്ള കാര്യമാണ്. ഏതൊരു സംസ്ഥാനത്തെ തൊഴിലാളികളും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ പോലെയുള്ള ജീവിതശൈലി ഉണ്ടാവണം. അത് തൊഴിലാളികളാണെങ്കിലും ഫാക്ടറി തൊഴിലാളികളാണെങ്കിലും കർഷകരാണെങ്കിലും കർഷക തൊഴിലാളികളാണെങ്കിലും ആശാവർക്കർമാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും കേരളത്തിലെ പോലെ ഒരു ജീവിത സാഹചര്യമാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അതുപോലെ വികസനത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങനെ ആവട്ടെ. പക്ഷെ അതിനൊക്കെ ഒരു കളങ്കം പെടുത്തുന്ന രീതിയിലുള്ള ചില സമീപനങ്ങളും സ്വഭാവങ്ങളുമാണ് നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവുന്നത്. അത് ഗവൺമെൻറ് കണ്ടെത്താനും അതിനുവേണ്ടി ഒരു അന്വേഷണ സംഘത്തെയും ഒരു നിരീക്ഷണ സംഘത്തെയും നിയമിക്കാനുള്ള ഒരു നടപടിക്രമം ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ഈ തരം ഉദ്യോഗസ്ഥന്മാരെ പണത്തിന് വേണ്ടിയും ജാതിപരമായും വർഗീയപരമായും പെരുമാറുന്ന ചില ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അത്തരക്കാരെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു നടപടി ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാ തലങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരെ അപേക്ഷിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വളരെ നല്ല മിടുക്കന്മാരാണ്. ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഇത്തരം നീചമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് മൊത്തത്തിൽ അത് ബാധിക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ആ രീതിക്കുള്ള ചില സമീപനങ്ങൾ നമ്മുടെ മാത്രം ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള പോലീസ് ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി, ലോകത്തിന് ഒരു മാതൃകയായി കേസ് കണ്ടുപിടിക്കുവാനും അത് നിയമത്തിൽ കൊണ്ടുവരാനും അവിടെ നടത്തിയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആസാമിലും ബംഗാളിലും എന്തിനാ വിദേശ രാജ്യങ്ങളിൽ പോലും പ്രതികളെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള കഴിവും തൻ്റെ അടവും ആർജവും ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ കേരള പോലീസ്. ആ പോലീസിൽ അകത്തും ചില ഉദ്യോഗസ്ഥന്മാരുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നുള്ളതും ഒരു ലജ്ജാകരവും നിരാശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ ന്യൂനപക്ഷം വരുന്ന ഇത്ര മോശക്കാർ പ്രവർത്തകരെ കണ്ടെത്തുവാനും അവരെ നിയമത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു ജാഗ്രത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവണമെന്നും അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു കരുതൽ ഉണ്ടാവണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.